ഹായ്, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ മീൻകറിയാണ്. ഇത് ഏത് മീനാണെന്ന് വെച്ചാൽ അടൂർ പരവ. പപ്പയാണ് ആ പേര് പറഞ്ഞത്, അമ്മ പറഞ്ഞു പരവ. ഞാൻ കണ്ടിട്ടില്ലാത്ത മീനാണ്, അവിടെ നാട്ടിൽ വരുന്നിട്ടില്ല. പിന്നെ അടൂർ പരവ വെച്ചാണ് നമ്മുടെ ഇന്ന റെസിപ്പി. പിന്നെ അത് വറക്കണം. കറി പിന്നെ നമുക്ക് കൊഴുവ മീൻകറി ഇന്നലത്തെ തന്നെ ചാറുകറി ഉണ്ടായിരുന്നു. പിന്നെ വറുത്തതെല്ലാം കൂടി നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ അടൂർ പരവ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഈ പരവ മീൻ വലിയ തേച്ച് കഴുകി കഷ്ണങ്ങളാക്കി പാത്രത്തിൽ വെച്ചു കേട്ടോ. ഇത്രയും മീൻ വറക്കാനായിട്ടും എടുത്തു, അത് കറി വയ്ക്കാനായിട്ട് എടുത്തു. ഈ മീനുണ്ടല്ലോ, ഇതിനെ തൊലി പൊളിച്ചിട്ട് ഉപ്പിട്ട് കല്ലുപ്പിട്ട് നന്നായിട്ട് വിരകില്ല. ഇത് കൂടുതൽ കല്ലുപ്പിട്ട് തേച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊന്നും കിട്ടില്ല. കാരണം തൊലി പൊളിച്ചപ്പോൾ തന്നെ പകുതി മുക്കാലും പോയി. അതുകൊണ്ട് ഇത് കൂടുതൽ തേച്ച് കഴിയാലേ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിനെ നമുക്ക് കറിയാക്കാം, ഇതിനെ നമുക്ക് വറുത്തെടുക്കാം. ഇന്ന് വേറെ കുറേ ജോലികളും കാര്യങ്ങളും, തുണി അലക്ക്, അടിച്ചു വാരൽ, തെളിക്കൽ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളും പരിപാടികളും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അധികം വിഭവങ്ങളൊന്നും തയ്യാറാക്കാൻ പോയില്ല കേട്ടോ. കാരണം അടുക്കളയിൽ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മറ്റു ജോലികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ മീനിൽ മാത്രം ഒതുക്കിയെടുത്തു അടുക്കള വിശേഷങ്ങൾ. അപ്പോൾ വറക്കാനുള്ള മീനിൽ നിന്ന് അരപ്പ് തിരുമ്മി വെച്ചു കേട്ടോ. ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇത്രയും എല്ലാ കൂട്ടവും ശകലം വീതം ചേർത്ത് മുളക് പൊടി ഇച്ചിരി അധികവും ചേർത്തിട്ട് തിരുമ്മി വെച്ചതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനെ നമുക്ക് കറിയാക്കി എടുക്കണം. കറി വെക്കാനുള്ളതിനെ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി നന്നായിട്ട് അരപ്പും പുളി, ഉപ്പ്, എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നുറുക്കി വെച്ചത്. നന്നായിട്ട് വെന്ത് വരട്ടാൻ ഇതും കൂടെ. നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഭംഗിയായിട്ട് വെന്ത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ടാണ് മുരിച്ചെടുത്തത്. അപ്പോൾ ഇതുണ്ടോ, മീൻ നന്നായിട്ട് പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. പൊരിച്ച് മുരിച്ച് നല്ല എന്ന് പറഞ്ഞാൽ പക്കാവട പോലെയൊന്നും ആയില്ല കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടി അല്പം കുതിർമയൊക്കെ തോന്നിക്കും. ആ രീതിയിൽ കണ്ടോ മീൻ വറുത്ത് കോരി എടുത്തു. പിന്നെ ബാക്കി അതിന് ശേഷം ബാക്കി മീൻ വറുത്ത് കോരി എണ്ണയുണ്ടല്ലോ, അതിൻ്റെ ബാക്കി വന്ന എണ്ണയ്ക്കകത്തേക്ക് ഫിഷ് മസാല ഇട്ട് പയ്യെ ഒന്ന് ചൂടാക്കി ഒന്ന് വഴറ്റിയെടുത്തു. അതായത് തീ ഓഫ് ചെയ്തിട്ട് ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് മാത്രം അത് ചൂടായാൽ മതി. ഫിഷ് മസാലപ്പൊടി. അപ്പോൾ അതിനകത്ത് ഉലുവാപ്പൊടിയുണ്ട്, കായപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മുളക്, മഞ്ഞൾ, എല്ലാ സാധനങ്ങളും ചേർന്നതാണ് ഫിഷ് മസാലപ്പൊടി. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പൊടി മാത്രം ഇട്ട് കുടംപുളി ഇട്ട് കറിവേപ്പില ഇട്ട് മീൻ തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. അതൊരു പകുതി മുക്കാൽ വേവ് ഒന്ന് തിളച്ച് ഉപ്പും പുളി എരിവൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേനും കടുക് വറുത്ത് വേറെ സാധനങ്ങൾ ചേർക്കും. അതായത് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി വഴറ്റി ഇതിനകത്തേക്ക് ചേർക്കും. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലാണ് ഈ ടേസ്റ്റുകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ ഇരുന്ന് ഇതിൻ്റെ കുടംപുളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങി ഉപ്പും പുളി എരിവും എല്ലാം കൂടെ ഒന്ന് പിടിക്കട്ടെ. ഫിഷ് മസാല എല്ലാ കൂട്ടം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അപ്പോൾ നന്നായിട്ട് വേകട്ടെ കേട്ടോ. പപ്പ എന്തൊക്കെയോ പണിയാനായിട്ട് വലിയൊരു മരമൊക്കെ മുറിച്ച് തോളയിൽ വെച്ച് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന്. ഇതുണ്ടോ,
മുകൾ വശം ഇപ്പം വനം പോലെയായേ. മഴക്കാലമായി കഴിഞ്ഞാൽ അടിപൊളി വനം. വേനൽക്കാലമാണെങ്കിലോ കരിഞ്ഞുണങ്ങി നശിച്ച് കിടക്കും. ഇതാണ് നമ്മുടെ മുകൾ ഭാഗമൊക്കെ. ഒരു ദിവസം ഇനി നല്ല തോർച്ചയുള്ള ഒരു സമയത്ത് നമ്മുടെ മുകൾ ഭാഗത്തൊക്കെ കയറി, അവിടെ ഭയങ്കര മലയാണേ, മണ്ടയിലേക്ക് കയറിപ്പോകണമെങ്കിൽ തന്നെ കുറേ ദൂരമുണ്ട്. അപ്പോൾ അവിടെ കയറി നിന്നിട്ട് ഇടുക്കി ഡാമൊക്കെ അവിടെ നിന്നാൽ കാണാം. പക്ഷേ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണാം. ഈ ക്യാമറയൊക്കെ നോക്കിയാൽ കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ മുകളിൽ കയറി നിന്നാൽ കാണാം ചെറുതോണി ഡാം, ഇടുക്കി ഡാം, അങ്ങനെ കാൽവരി മൗണ്ട്, അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കാണാം നമ്മുടെ ഈ മണ്ടയ്ക്ക് കയറി നിന്നാൽ. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ പിടിക്കുമ്പം ഈ മരങ്ങളൊക്കെ അല്ലേ കാണാവുള്ളൂ. കുറേശ്ശെ മുകളിലേക്ക് കയറിപ്പോകണം. അങ്ങനെ മലയുടെ മണ്ട വരെ നമുക്ക് സ്ഥലമുണ്ട്, പക്ഷേ ആദായമൊന്നുമില്ല കേട്ടോ. പന്നിയെല്ലാം കുത്തിമറിച്ച് നശിപ്പിച്ച് കളഞ്ഞ് വേനൽ വന്നപ്പോൾ ഉണങ്ങിക്കരിഞ്ഞെല്ലാം പോയി. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ആദായങ്ങളൊന്നും, പ്ലാവും മാവും ഒക്കെ നിൽപ്പുണ്ട്, അല്ലാതെയുള്ള ആദായങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അനുമോൾ അതിൽ വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടുംബശ്രീക്ക് പോവുകയാണ്. അതിനും കുടുംബശ്രീക്കൊന്നും പോകുന്നതല്ല, വെറുതെ എൻ്റെ കൂടെ കൂട്ടുവരുന്ന കൊച്ചിനെ കുടുംബശ്രീയിലൊന്നും ചേർത്തിട്ടില്ല, ഞാൻ മാത്രം. അപ്പം ഞാനും അമ്മയും പോവാണ്. എന്നോട് നല്ല ഇലകളില്ല. അപ്പം നമ്മുടെ ഇതെല്ലാം ഉണങ്ങിക്കെട്ടി കിടക്കുമല്ലായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ പെരിയാറ്. ഇത് അങ്ങ് അക്കരെ പെരിയാറ്. മഴ പെയ്താൽ മാത്രം വെള്ളമുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ അങ്ങ് അക്കരെ വശത്തോടെ മാത്രം കുറേ വെള്ളം പോകും. മാത്രം. പക്ഷെ ഷട്ടർ പൊക്കിയപ്പോ ഇങ്ങനെ നിരന്ന് സമനിരപ്പിൽ ഈ തെങ്ങിൻ്റെ പകുതിക്ക് വരെ വെള്ളം ഉണ്ടാകും. അതെ അല്ലേ? ഇത് 2018, 19 ആ ടൈമിലല്ലേ? 18 ഓഗസ്റ്റിലാണ് പ്രളയം, ഭയങ്കരമായിട്ടുള്ള പ്രളയം ഉണ്ടായി. ആ സമയത്താണ് ഒരു മാസം ഫുള്ളായിട്ട് ഇതിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഒറ്റ മാസം ഒഴുകാനുള്ള വെള്ളം ഉണ്ടായിരുന്നു ഡാമിനകത്ത്. അക്കരെ പിള്ളേരെല്ലാവരും കളിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും വീക്കെൻഡ് ആണല്ലോ. നമ്മുടെ റോഡ് ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ വീട് കാണിച്ചു തരാം. അവിടെ പപ്പയുണ്ട്. അപ്പം ഞാനും അമ്മയും താഴത്തെ വീട്ടിൽ കുടുംബശ്രീക്ക് പോകുന്നു. അമ്മേനെയും ആൻറ്റീനെയും കാണാനൊക്കെ ആയിട്ട് പോകും. അപ്പം നമുക്ക് ഞായറാഴ്ച മാത്രം അവധി ഉള്ളൂല്ലോ. അപ്പോൾ ആ സമയത്ത് എല്ലാവരെയും കാണാനും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അലക്കാനും തുടയ്ക്കാനും. അപ്പം എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി. അപ്പം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അങ്ങ് ഇറങ്ങി. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മീൻകറി, മീൻ വറുത്തതും എല്ലാം. അപ്പം നമുക്കിനി വൈകുന്നേരം കാണാം. ഡേ ഇൻ മൈ ലൈഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറേ പണികളുള്ളതുകൊണ്ട്. അതെ, അവിടെ ഒരു പോത്തുംകുട്ടൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അമ്മയമ്മേനെയും കാണിക്കാം, ആൻറ്റീനെയും കാണിക്കാം. പാറു സജിനി ആൻറ്റിയും വരുമോയെന്ന് അറിയില്ല, അപ്പോൾ അവരെയും കൂടെയും കൂട്ടാം. അപ്പോൾ പാറുവിനും ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവധിയാണ്. അപ്പോൾ എല്ലാവരെയും കാണിക്കാം. അപ്പോൾ ഞങ്ങളന്ന് അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോസ് എൻഡിങ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാവിലെ കാണിച്ച സൺഡേ സ്പെഷ്യൽ അടൂർ പരവ കറി വെച്ചിട്ട് എന്ന് പറഞ്ഞു. അത് ഉണക്കമീനായിട്ട് വരുമ്പോൾ അതിനെ സൂപ്പർ പരവ എന്ന് പറയാറുണ്ട്. ഏതൊക്കെയോ പേര്, മീൻകാരും മീൻ വിൽക്കുന്നവരിടുന്നതാണ് പേര്. അപ്പോൾ അടൂർ പരവയായിട്ടുള്ള കറി, പിന്നെ അതുകൊണ്ടുള്ള വറുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള നമുക്ക് ഒരു തോരൻ, ക്യാരറ്റ് തോരനും കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഇന്ന് വൈകുന്നേരം, ഇപ്പോൾ രാത്രിയായി, അപ്പോൾ നമ്മൾ കറിയെല്ലാം ഒന്നുകൂടെ ചൂടാക്കി എല്ലാം കഴിക്കാൻ തുടങ്ങുക. അപ്പോൾ ലാസ്റ്റ് എൻഡിങ് ആണ്, വൈൻഡപ്പാണ് എടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കമൻസൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ അറിഞ്ഞ് ഇതേപോലെ തന്നെ കൂടുതലായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.